സ്ലൈഡ് ചെയ്ത് ഗേറ്റ് പുറത്തേക്കാണ് സ്ലൈഡ് ചെയ്ത് തുറക്കുന്നത്, അകത്തേക്കല്ല. അതുകൊണ്ട് തന്നെ ഉള്ളിൽ മാക്സിമം സ്പേസിന് കിട്ടാനായിട്ട് അത് സഹായിക്കുകയും ചെയ്യും. നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ വർക്കുകളാണ്. 2 LED ലൈറ്റുകളും കോൺവെക്സ് ലൈറ്റുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. സ്കോർപിയോണൊക്കെ ഒരു വാഹനം, വലിയൊരു 7 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വാഹനം സുഖമായിട്ടും പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസും കവേർഡ് കാർ പാർക്കിങ്ങിനുള്ളിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ വീട് പടിഞ്ഞാറ് ദിശയിലേക്കാണ് കേട്ടോ ഫേസ് ചെയ്ത് നിൽക്കുന്നത്. ഇനി ഈ സൈഡിൽ നോക്കിയേ, ഇവിടെയായിട്ട് ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഗിൽറ്റ് വർക്കുകളൊക്കെ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ടെക്സ്ചർ വർക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. എന്ത് സ്വർണ്ണ നിറമുള്ള വാഷ് ബേസിൻ നോക്കിയേ, നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ. ഇനി അടുക്കളയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ള അടുക്കളയാണ് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. 2-3 പേർക്ക് സുഖമായിട്ട് നിന്ന് പെരുമാറുവാൻ പറ്റുന്ന വലുപ്പം അടുക്കളയ്ക്കുള്ളിലുണ്ട്. ചില കാര്യങ്ങൾക്ക് നമ്മൾ മനുഷ്യന്മാർ വളരെയേറെ സ്വാർത്ഥന്മാരാണല്ലേ. നമ്മളുടെ ഇഷ്ടത്തിന് വേണ്ടി, അല്ലെ നമ്മളുടെ ആഘോഷത്തിന് വേണ്ടി മറ്റുള്ള മൃഗങ്ങളെ ഉപയോഗിക്കുക. തീർച്ചയായിട്ടും അമ്പലത്തിലെ ഉത്സവങ്ങൾക്കും പെരുന്നാളുകൾക്കും പള്ളി പെരുന്നാളുകൾക്കും ചന്ദനക്കുടങ്ങൾക്കും എല്ലാം ആനകളെയും മറ്റു കാര്യങ്ങളെയൊക്കെ, അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളെയൊക്കെ ഉപയോഗിക്കുക. തീർച്ചയായിട്ടും നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. വലിയ വലിയ ചെണ്ടമേളങ്ങളും കുട്ടിഘോഷങ്ങളും വെടിക്കെട്ടും ഇതെല്ലാം ഈ ആന കേൾക്കുകയാണ്. തീർച്ചയായിട്ടും ആന വിരണ്ടോടുന്നതിൽ തെറ്റുണ്ടോ? തെറ്റില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും ഞാനും ഈ പറഞ്ഞ ഉത്സവങ്ങളും അല്ലെങ്കിൽ പെരുന്നാളുകളും എല്ലാം ആഘോഷിക്കുകയും കാണുകയും ചെയ്യുന്ന ആളാണ്. പക്ഷെ തീർച്ചയായിട്ടും ഒരു വശത്ത് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു വലിയൊരു പ്രശ്നം ഇതിനകത്തുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. എനിക്ക് എന്തായാലും അത് സത്യമായിട്ട് തോന്നുന്നുണ്ട്. എന്നാലും തീർച്ചയായിട്ടും പക്ഷേ നമ്മൾ അപകടങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ ആനയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മളൊന്ന് ചിന്തിക്കേണ്ടതില്ലേ? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റിൽ പറയാം. സ്റ്റാർട്ടഡിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ തുടർച്ചയായി വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയ ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒട്ടും മടിക്കേണ്ട, ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണം. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. വാ, നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ കുഴുവേലിപ്പടി എന്ന സ്ഥലത്താണ് കേട്ടോ. ഇവിടെയായിട്ട് ഒരു കൂട്ടം വീടുകൾ കാണിക്കാനായിട്ടാണ് ഞാനുള്ളത്. അതിനകത്ത് ഒരു വീട് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ കൃത്യമായിട്ടും ഈ കാണുന്ന വീടുകളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടാനുള്ളത്. ഇവിടെ ഏകദേശം 4ഓളം വീടുകളാണ് മൊത്തം ഉള്ളത്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് നോക്കിയാൽ നമുക്കറിയാം 4 വീടുകൾ എക്സാക്ട് ഇവിടെയുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു വീടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് ഈ ഒരു ലൊക്കേഷൻ കൃത്യമായിട്ടും നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ നിന്ന് എടപ്പള്ളിയിലേക്കുള്ള ദൂരം നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഏകദേശം 10ഓളം കിലോമീറ്റർ ഇവിടെ നിന്ന് എടപ്പള്ളിയിലേക്കുള്ള ദൂരമുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 6.5 കിലോമീറ്ററോളമാണ് ഇവിടെ നിന്ന് ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരം വരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഈ ഒരു പ്രോജക്റ്റിലേക്ക് വരാനുള്ള വഴിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്റർലോക്ക് വെച്ചിട്ട് അത്യാവശ്യം നല്ല വീതിയുള്ള വഴിയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഈ ഒരു വീടിന്റെ മതിലിലേക്ക് നമുക്ക് നോക്കാം. മതിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ടെക്സ്ചർ വർക്ക് മതിൽ കാണാൻ പറ്റും. മതിലിന്റെ മുകളിലായിട്ട് ജിയുടെ സ്ക്വയർ ട്യൂബിന്റെ നല്ലൊരു ഡിസൈൻ വർക്ക് പോയിരിക്കുന്നു. അതേപോലെ 2 കോൺവെക്സ് ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ നാച്ചുറൽ ക്ലാഡിങ് വെച്ചുള്ള ഒരു ഡിസൈൻ വർക്ക് ആ ഒരു മതിലിന്റെ ഭാഗത്തായിട്ട് കാണാൻ പറ്റും. ഇവിടുന്ന് ഒരു കളർ കോമ്പിനേഷൻ പോകുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ ഓർമ്മിപ്പിക്കാം. തീർച്ചയായിട്ടും കണ്ടുകൊണ്ടിരിക്കാം. അപ്പോൾ ഇനി ഗേറ്റിലേക്ക് നോക്കാം. ജിയുടെ സ്ക്വയർ ട്യൂബ് വെച്ചാണ് ഗേറ്റിനെ നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ HPL ഹൈ പ്രഷർ ലാമിനേറ്റഡ് ഷീറ്റ്സ് വെച്ചിട്ടാണ് ഈ ഒരു ഭാഗത്തെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു വുഡിന്റെ ഡിസൈൻ നമുക്ക് കിട്ടുന്നത്. ഗേറ്റിന്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം ഉള്ളിലേക്ക് തുറന്നുണ്ട്. ബാക്കി ഭാഗം പൂർണ്ണമായിട്ട് നമുക്ക് സ്ലൈഡ് ചെയ്ത് തുറക്കാവുന്ന തരത്തിലായിട്ടാണ് ഈ ഒരു ഗേറ്റിനെ കൊടുത്തിരിക്കുന്നത്. നിങ്ങളൊരു സംരംഭകനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യമാണ് ഒരു CRM ആപ്ലിക്കേഷൻ. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ഒരാളെ പോലും മിസ്സാകാതെ നിങ്ങൾ ഓർത്ത് വിളിക്കാനായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്കുണ്ടെങ്കിലോ ഒരാളെ പോലും ഇനി മുതൽ മിസ്സാകില്ല. അതും വളരെ കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് കേട്ടോ. ലോഗിൻ ടു എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. സ്ലൈഡ് ചെയ്ത് ഗേറ്റ് പുറത്തേക്കാണ് സ്ലൈഡ് ചെയ്ത് തുറക്കുന്നത്, അകത്തേക്കല്ല. അതുകൊണ്ട് തന്നെ ഉള്ളിൽ മാക്സിമം സ്പേസിന് കിട്ടാനായിട്ട് അത് സഹായിക്കുകയും ചെയ്യും. ഇനി നമുക്ക് വീണ്ടും ഫ്രണ്ട് ലുക്കിലേക്ക് നമുക്ക് നോക്കാം. ഓൾമോസ്റ്റ് നമ്മൾ സാധാരണ രീതിയിൽ കണ്ടുവരുന്ന തരത്തിലുള്ള ഒരു ഡിസൈൻ പാറ്റേൺ തന്നെയാണ് ഇവിടെയും ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആ ഡിസൈനിനകത്ത് അത്യാവശ്യം നല്ല കുറച്ച് ടെക്സ്ചർ വർക്കുകൾ നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും മുകളിൽ പാരപ്പറ്റിന്റെ മുകളിലായി കൊടുത്തിരിക്കുന്ന ആ ഒരു ഗോൾഡും ബ്രൗണോടൊക്കെ ചെയ്യുന്ന കളർ കോമ്പിനേഷൻ വർക്കുകൾ, നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ വർക്കുകളാണ്. 2 LED ലൈറ്റുകളും കോൺവെക്സ് ലൈറ്റുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ഒരു മതിലിൽ നമ്മൾ കണ്ട, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ്, ആ ഒരു കളർ കോമ്പിനേഷൻ പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിരുന്നു. ആ ഒരു കളർ പാറ്റേണായിട്ട് മുകൾ ഭാഗങ്ങളിൽ കൊടുത്തിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും ആ ഒരു ക്ലാഡിംഗ് സ്റ്റോണിന്റെ വർക്കുകൾ. അപ്പോൾ മുകളിൽ അതേപോലെ തന്നെ പെർഗോളകളും ആവശ്യത്തിന് LED ലൈറ്റുകളും പ്രൊഫൈൽ ലൈറ്റുകളും ഒക്കെ ബാൽക്കണിയിലും മറ്റുമൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ആ ഒരു കളർ കോമ്പിനേഷൻ, ഒരു യെല്ലോ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ കൊടുത്തിരിക്കും. ഫുള്ളൊരു വാം ഫീൽ മൊത്തത്തിൽ നമുക്ക് കിട്ടുന്ന തരത്തിലുള്ള ഒരു കളർ കോമ്പിനേഷൻ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് വീണ്ടും കോമ്പൗണ്ടിനുള്ളിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും നമുക്ക് കിട്ടുന്നത് കടപ്പക്കല്ലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇടഭാഗത്തായിട്ട് പ്ലാസ്റ്റിക്കിന്റെ ആ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസ് പിരിച്ചിരിക്കാൻ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു ഗേറ്റ് ഏകദേശം ഈ ഒരു ഭാഗം വരെ നമുക്ക് തുറക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമ്മളുടെ ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ ഒരു വാഹനം സുഖമായിട്ടും പാർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള
ഒരു സ്പേസ് ഈ ഒരു കവേർഡ് കാർ പാർക്കിംഗ്, അല്ലെങ്കിൽ നമുക്കൊരു ഇന്നോവ കണക്ക് ഒരു വാഹനം അല്ലെങ്കിൽ സ്കോർപ്പിയോ കണക്ക് ഒരു വാഹനം, വലിയൊരു 7 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വാഹനം സുഖമായിട്ടും പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസും കവേർഡ് കാർ പാർക്കിങ്ങിനുള്ളിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് തൂണിൽ നല്ലൊരു ടെക്സ്ചർ വർക്ക്, ഈ ടെക്സ്ചർ വർക്കിന് ഏറ്റവും മുകളിൽ പാരപ്പറ്റിന്റെ മുകളിലായിട്ട് നമ്മൾ കണ്ട ഫ്രണ്ട് എലിവേഷൻ നമ്മൾ കണ്ട ആ ഒരു ഡിസൈൻ വർക്ക്, ഇതേപോലെ തന്നെ ആ ഒരു ടെക്സ്ചർ വർക്ക് ഈ തൂണിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാർ നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാർ പോർച്ചിൽ നിങ്ങൾക്ക് ഒരു പവർ പ്ലഗ് ആവശ്യമാണ്. അത് ദാ ഈ ഒരു ഭാഗത്തായിട്ട് അതിനുള്ള സൗകര്യവും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ആയിട്ട് നോക്കിയാൽ വീടും ചുറ്റുമതിലുമായിട്ട് ഏകദേശം ഇത്രത്തോളം ഒരു ഗ്യാപ്പ് ഈ ഒരു ഭാഗത്തായിട്ട് ഇതിനൊരു സ്ഥല സൗകര്യം ഇത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെയായിട്ട് നമുക്ക് മീറ്റർ ബോക്സിന്റെ സ്ഥലം ദാ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇനി വെള്ളത്തിന്റെ കാര്യം പറഞ്ഞാൽ ഇവിടെ കിണർ വെള്ളമുണ്ട്, KW വാട്ടർ കണക്ഷൻ തൊട്ട് ഫ്രണ്ട് വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിനുള്ളിലേക്ക് കൊണ്ടുവരുന്നതിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് മറുഭാഗത്തേക്ക് നോക്കാം. അപ്പോൾ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്കൊരു വാഹനം കൂടെ പാർക്ക് ചെയ്യുന്ന കാര്യം ബുദ്ധിമുട്ടായിരിക്കും. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ 2 വീലേഴ്സ് ഒക്കെ പാർക്ക് ചെയ്യാൻ സുഖമായിട്ടും അതിനുള്ള സൗകര്യം അല്ലെങ്കിൽ അതിനുള്ള സ്പേസ് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ആ സമയത്ത് ഇവിടെ വേണമെങ്കിൽ നമ്മൾ കവർ ചെയ്തെടുക്കേണ്ടതുണ്ട്. സ്ക്വയർ ട്യൂബും പോളികാർബണേറ്റ് ഷീറ്റും വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഈ ഒരു ഭാഗം കവർ ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ഗാർഡൻ ഏരിയ ഒരുക്കി എടുക്കാൻ പറ്റും. അതിനുള്ള സ്പേസ് എന്തായാലും ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതാ ഇവിടുന്ന് അങ്ങോട്ടേക്ക് നോക്കിയും വീടും ചുറ്റും അതിനുമായിട്ട് ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിലുള്ള സ്ഥല സൗകര്യം അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഇവിടെയും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നല്ല സ്പേസ് ആ ഒരു ഭാഗത്തായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ ഇവർ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെടിച്ചട്ടിയിൽ കുറച്ച് ചെടികളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്, അല്ലെ വെച്ച് പിടിപ്പിച്ചിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് കയറാം. അതിന് മുമ്പായിട്ട് വീട് ഫേസ് ചെയ്ത് നിൽക്കുന്ന കാര്യം നമുക്ക് പറയേണ്ടതുണ്ട്. ഈ വീട് പടിഞ്ഞാറ് ദിശയിലേക്കാണ് കേട്ടോ ഫേസ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ സിറ്റ് ഔട്ടിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു കസേര ഇടാൻ പറ്റുന്ന അത്തരത്തിലുള്ള ഒരു സ്പേസ് അല്ല, ഇതൊരു ഒരു പാസേജ് ഏരിയ ആയിട്ടാണ് നമുക്ക് ഈ ഒരു സിറ്റ് ഔട്ടിനെ കാണാവുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആഞ്ഞിലി മഹാഗണികളാണ് മരങ്ങൾ ഇവിടെ തടികൾക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. സിറ്റ് ഔട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സിറ്റ് ഔട്ടിലായിട്ട് നമ്മൾ വീടിന്റെ ഫ്രണ്ടിലെ ബാൽക്കണിയിൽ കണ്ട മാതിരി തന്നെ ഒരു സീലിംഗ് വർക്ക് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അവിടെ പ്രൊഫൈൽ ലൈറ്റുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മിൽക്കി വൈ തമ്മിലുള്ള സ്പോട്ട് ലൈറ്റുകളും അതേപോലെ തന്നെ ഈ ഒരു ഭാഗം ഭംഗി കൂട്ടാനായിട്ട് ഫാൻസി ലൈറ്റുകളും ഒക്കെ ഇവിടെ ഉപയോഗിച്ചേക്ക് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മെയിൻ ഡോറിന്റെ കാര്യം പറഞ്ഞാൽ ഇരുവശങ്ങളിലേക്കും തുറക്കാവുന്ന തരത്തിലുള്ള ഒരു ഡോറാണ് കൊടുത്തിരിക്കുന്നത്. 2 ഡോർസിലും വലിയ ഡോർ ഹാൻഡിലുകളെ ഉപയോഗിച്ചിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ മെയിൻ ഡോർ തുറന്നുകൊണ്ട് നമുക്ക് നേരെ വീടിന്റെ ഉള്ളിലേക്ക് കയറാം. കയറി വരുന്നത് നമ്മുടെ വീടിന്റെ ഫോമൽ ലിവിംഗ് ഏരിയയിലേക്കാണ്. അപ്പോൾ ലിവിംഗ് ഏരിയയിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഈ TV യൂണിറ്റ് ഏരിയ ആണ്. അപ്പോൾ നോക്കിയേ എന്ത് ഭംഗിയായിട്ടും മനോഹരമായിട്ടുമാണ് ഈ ഒരു TV യൂണിറ്റ് ഏരിയ ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വലിയ TV തന്നെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നു. ധാരാളം സ്പോട്ട് LED ലൈറ്റുകളെ ഇവിടെ സ്ഥാനം പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ ചെറിയ ചെറിയ സ്ലോട്ട്സ്, നമുക്ക് ചെറിയ മിനിയേച്ചർ ആയിട്ടുള്ള ചെറിയ ഐറ്റംസ് ഒക്കെ വെക്കാൻ നല്ല രസമായിരിക്കും കേട്ടോ. അതാ ഈ ഭാഗത്ത് കാരണം അതിനുള്ള കറക്റ്റ് എന്താ പറയുക സ്ലോട്ട്സ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അല്ലെ ചെറിയ ടോയ് ഹോട്ട് വീൽസ് കാർസ് ഒക്കെ അല്ലേ. ഞാനിപ്പോ മിക്കവാറും ലുലുവിലേക്ക് പോകുന്ന സമയത്ത് മിക്കപ്പോഴും ആദ്യം പോയി നോക്കുന്നത് ഹോട്ട് വീൽസ് ഉണ്ടോ എന്നാണ്. ഞാൻ അതിനൊരു കളക്ഷൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാൻ. അപ്പോൾ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഞാൻ ആദ്യം കണ്ടപ്പോൾ അതുമായിട്ട് കണക്ട് ആയി എനിക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെയൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റിയ നല്ല സ്പേസ് ആണ് ഇവിടെയൊക്കെ. അത്തരത്തിലുള്ള സ്പേസ് നമുക്ക് ഈ ഭാഗങ്ങളിലൊക്കെ കാണാൻ പറ്റും. താഴേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ടിവിയുടെ മറ്റു ഉപകരണങ്ങൾ വെക്കുവാനുള്ള സ്പേസ് താഴ്ഭാഗത്തായിട്ട് കിട്ടുന്നുണ്ട്. അതേപോലെ ഇരുവശങ്ങളിലും സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഈ സൈഡിൽ നോക്കിയേ ഇവിടെയായിട്ട് ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഗിൽറ്റ് വർക്കുകളൊക്കെ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ടെക്സ്ചർ വർക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. മുകളിൽ നിന്ന് വരുന്ന LED ലൈറ്റുകൾ ഇവിടെ വന്ന് ഈ ഒരു ഗിൽറ്റിൽ തട്ടി പ്രതിഫലിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ ഇവിടെ ഒരു ഒറ്റപ്പാളിയുടെ ജനാല ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ജനൽ പടികൾ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ സ്ക്വയർ ട്യൂബുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇവിടേക്ക് നോക്കിയാൽ ഇവിടെയും അതേപോലെ തന്നെ 2 ഒറ്റപ്പാളികളുടെ ജനാലകൾ നമുക്ക് കാണാൻ പറ്റും. ഇത് ഈ വീടിന്റെ കാർ പോർച്ചിലേക്ക് തുറക്കുന്ന ജനാലകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെയായിട്ട് നമ്മുടെ കോർണർ സെറ്റ് ഇടാൻ പറ്റും. ഏകദേശം 3-4 പേർക്ക് ഇരിക്കാൻ പാകത്തിനുള്ള കോർണർ സെറ്റ് ഇടാനുള്ള സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെൻട്രലായിട്ട് ഒരു ടീ പോയിന്റ് വരാനുള്ള നല്ലൊരു സ്പേസ് ഈ ഒരു ഫോമൽ ലിവിംഗ് ഏരിയയിൽ നമുക്ക് കിട്ടുകയാണ്. ഇനി ഫ്ലോറിന്റെ ടൈലുകളിലേക്ക് നോക്കിയാൽ ഒരു മാറ്റ് ഫിനിഷോട് കൂടിയ ഒരു പരുക്കൻ സ്വഭാവമുള്ള ടൈലുകളെയാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ബീജ് നിറത്തിലുള്ള ടൈലുകൾ. ഇനി അതിന് അനുയോജ്യമായ തരത്തിലുള്ള ജിപ്സം സീലിംഗ് വർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കളർ കോമ്പിനേഷൻ നോക്കിയേ ആ ഒരു തടികളുടെ ആ ഒരു കാതലിന്റെ ഡിസൈൻ എന്ന പോലെ തന്നെ വരച്ചിട്ടാണ് ആ ഒരു ജിപ്സം സീലിങ്ങിനെ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് കൊടുത്തിരിക്കുന്ന സ്പോട്ട് ലൈറ്റുകൾ നോക്കി, ഫോക്കസ് ലൈറ്റുകൾ നോക്കി, നല്ല ഭംഗിയുള്ള ലൈറ്റുകൾ കൊടുത്തേക്കുന്നുണ്ടല്ലേ. വളരെ ഭംഗിയായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ പ്രകാശം കിട്ടുന്ന തരത്തിലുള്ള ലൈറ്റുകളെയാണ് അവിടെ ഈ ഒരു ഫോമൽ ലിവിംഗിൽ കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഡൈനിങ്ങിലേക്ക് നമ്മൾ മാറുകയാണ്. ഡൈനിങ്ങിലേക്ക് മാറുമ്പോൾ ഇവിടെ നിന്ന് പാർട്ടീഷൻ വർക്ക് തുടങ്ങിയിരിക്കും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനകത്ത് വലിയ വലിയ ഇൻഡോർ പ്ലാന്റുകളോ അല്ലെങ്കിൽ വലിയ ഫോട്ടോ ഫ്രെയിംസോ അത്തരം ഇതിലുള്ള കാര്യങ്ങളെല്ലാം ഈ ഭാഗങ്ങളായിട്ട് വെക്കാനുള്ള സ്ഥല സൗകര്യം. മുകളിലേക്ക് നോക്കി നല്ലൊരു CNC കട്ടിംഗ് ഡിസൈൻ വർക്ക് നോക്കി ആ ഒരു മൾട്ടിവുഡിനകത്ത് CNC കട്ടിംഗ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഡൈനിങ് ഏരിയയിലേക്ക് കയറുന്ന ഈ ഒരു ഭാഗത്ത് വലിയൊരു ഹാങ്ങിങ് ലൈറ്റ് കൂടെ സ്ഥാനം പിടിച്ചിരിക്കും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഡൈനിങ് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു 4-5-6 പേർക്ക് ഇരുന്ന് ആഹാരം കഴിക്കാൻ പറ്റുന്ന
വലിയ ഡൈനിങ് ടേബിൾ ഇടാനുള്ള ഒരു സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇവിടെയായിട്ട് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഒറ്റപ്പാളിയുടെ ജനാല ദാ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാം. അതേപോലെ തന്നെ ഇവിടെയായിട്ടും ഒരു ഒറ്റപ്പാളിയുടെ ജനാല കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതാ ഈ ഒരു ഭാഗം സ്റ്റെയർ ഏരിയ ആണ്. സ്റ്റെയർ ഏരിയയുടെ കീഴിയായിട്ട് ഇവിടെയായിട്ട് പർഗോള നമുക്ക് കാണാൻ പറ്റും. ആ പർഗോള അവിടേക്ക് പോകുമ്പോൾ കണ്ടിന്യൂ ആകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അവിടെ ഒരു യെല്ലോ കോമ്പിനേഷൻ ആണ്, ഫുള്ളും ടെക്സ്ചർ വർക്കാണ്. അതിനകത്ത് ആ ഒരു വൈറ്റ് ലൈൻസ് പോയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി സ്റ്റെയറിന് കീഴായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെർട്ടറും മറ്റു കാര്യങ്ങൾ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്റ്റോറേജ് സ്പേസിനെ ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. ഇനി സ്റ്റെയറിന് കീഴായിട്ട് ഈ ഭാഗത്തായിട്ട് ഇവിടെ ആ ഒരു വാഷ് ഏരിയ കൊടുത്തേക്ക് നമുക്ക് കാണാം. എന്ത് സ്വർണ്ണ നിറമുള്ള വാഷ് ബേസ് നോക്കിയേ, നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ. ഈ ഒരു ഫിറ്റിങ്സ് എല്ലാം ആ ഒരു സ്വർണ്ണ നിറം വരുന്ന തരത്തിലുള്ള ആ ഒരു മെറ്റീരിയലാണ്. നോക്കിയേ, എന്ത് രസമാണല്ലേ എന്നാൽ വെള്ളം ഒഴുകി പോകുന്നേ കാണാൻ. എന്തായാലും സംഘം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതേപോലെ തന്നെ വലിയൊരു മിറർ കൊടുത്തിരിക്കുന്നു. അതിനൊക്കെ തന്നെ അതിനെ അണിയിച്ചൊരുക്കിയിരിക്കുന്ന ഈ ഭാഗങ്ങളിലെല്ലാം നല്ല ഡിസൈൻ വർക്കുകളെ കൊടുത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. താഴത്തായിട്ട് സ്റ്റോറേജ് സ്പേസും ആവശ്യാനുസരണം അവിടെ കൊടുത്തിരിക്കുന്നു നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതാ ഇവിടെ ആയിട്ടാണ് നമ്മളുടെ അടുക്കളയുടെ സ്ഥാനം. അപ്പൊ ഓപ്പൺ കിച്ചൺ ആണ്. നമ്മളുടെ ഡൈനിങ് ഏരിയയിലേക്ക് കയറി വരുന്ന ഈ ഒരു ഭാഗത്തെ ആ ഒരു പാർട്ടീഷൻ വർക്ക് തുടങ്ങുന്ന ഭാഗത്തുനിന്ന് അതിന്റെ ഒരു തുടർച്ച ഇങ്ങോട്ടേക്ക് തുടങ്ങിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെയായിട്ട് ഈ ഒരു ഓപ്പൺ കിച്ചന്റെ ഈ ഒരു ഭാഗം അവിടെയായിട്ട് ക്രോക്കറി ഷെൽഫിന് വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ ഒരു സൗകര്യത്തെ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. അത്യാവശ്യം സ്ട്രിപ്പ് ലൈറ്റുകൾ വെച്ച് വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മളുടെ ഈ കാറിന്റെ ഒക്കെ ഗിയർ നോബിലിന്റെ മുകളിൽ ഈ മാനുവൽ ഗിയർ നോബ് ആണെങ്കിൽ നമ്മൾ ഡിസൈൻ കാണില്ലേ, അതേപോലെ തന്നെ നോക്കി അല്ലെ, ആ ഒരു ഡിസൈൻ വർക്കുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി ഡൈനിങ്ങിലെ ഫ്ലോറിംഗ് നോക്കി, ലിവിങ്ങിലും ഡൈനിങ്ങിലും ഒരേപോലത്തുള്ള ഡിസൈൻ ടൈലുകളെ തന്നെയാണ് ഇവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ സീലിംഗിലേക്ക് നോക്കാം. സിറ്റ് ഔട്ടിന്റെ സീലിംഗിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ പ്രൊഫൈൽ ലൈറ്റുകളെ കൊടുത്തിരിക്കുന്നു, സ്പോട്ട് ലൈറ്റുകളെ കൊടുത്തിരിക്കുന്നു. വളരെ ഭംഗിയായിട്ട് തന്നെയാണ്, വളരെ സിമ്പിൾ ആയിട്ട് കൂടിയാണ് ആ ഒരു സീലിംഗ് വർക്കിനെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ നമ്മളുടെ കിച്ചണിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ കിച്ചണിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ തൊട്ടേ നോക്കിയേ, ആ ഒരു ടൈലിന്റെ ഡിസൈൻ നോക്കിയേ മാറിയിരിക്കുന്നു. ഒരു പക്ക തടിയുടെ ഡിസൈൻ വരുന്ന തരത്തിലുള്ള ഒരു മാറ്റ് ഫിനിഷുള്ള, അതും മാറ്റ് ഫിനിഷുള്ള ടൈലുകളെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അടുക്കളയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ള അടുക്കളയാണ് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഒരു 2-3 പേർക്ക് സുഖമായിട്ട് നിന്ന് പെരുമാറുവാൻ പറ്റുന്ന വലുപ്പം അടുക്കളയ്ക്കുള്ളിലുണ്ട്. എൽ ഷേപ്പിലെ ടോപ്പ് നാനോ വൈറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഇവിടെയായിട്ടാണ് ഹുഡ് ആൻഡ് ഹോബ് വരാനുള്ള സ്പേസ് വരുന്നത്. ഇവിടെ 3 പാളികളുടെ ജനാലകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെയൊക്കെ നമുക്ക് നോക്കിയാൽ ഓപ്പൺ ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസുകൾ, അതിനുള്ളിൽ LED ലൈറ്റുകൾ കാണാം. അതേപോലെ തന്നെ ഇവിടെയുള്ള ഈ ഒരു ഡോറുകൾക്കെല്ലാം പ്രൊഫൈൽ ഹാൻഡിലുകൾ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ മാക്സിമം സ്ഥല സൗകര്യത്തിലാണ് അത്തരം വർക്കുകൾ ചെയ്തിരിക്കുന്നത്. മിക്സർ, ഇൻഡക്ഷൻ കുക്കർ തുടങ്ങിയ ഇലക്ട്രിക് ഉപകരണങ്ങൾ വർക്ക് ചെയ്യുവാൻ വേണ്ടിയിട്ട് സ്വിച്ച് പോയിന്റുകൾ ഇവിടെ യഥേഷ്ടം നൽകിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ കണ്ട ഈ ഒരു ക്രോക്കറി ഷെൽഫിന്റെ ഭാഗത്തിന്റെയൊക്കെ താഴ്ഭാഗം പിൻവശത്തേക്ക് നോക്കാം. ഇവിടെയായിട്ട് ഇവിടെയും സ്റ്റോറേജ് സ്പേസുകളെ കൊടുത്തേക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഫ്രിഡ്ജ് വെക്കണമെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഫ്രിഡ്ജ് വെക്കാനായിട്ട് പറ്റും. അതിന്റെ സ്വിച്ച് പോയിന്റ് ഇവിടെയായിട്ടാണ്. ഫ്രിഡ്ജ് വെക്കുമ്പോൾ തീർച്ചയായിട്ടും അടുക്കളയ്ക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ചെറിയൊരു കൺജഷൻ ഉണ്ടാകും എന്നുള്ളത് സത്യം തന്നെയാണ്. ഇനി നമുക്ക് താഴേക്ക് നോക്കാം. ഇവിടെയായിട്ട് ആവശ്യത്തിന് ഡ്രോകളും മറ്റ് സൗകര്യങ്ങളുമായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ ഈ ഭാഗങ്ങളിലായിട്ട് എല്ലാം കൊടുത്തിരിക്കുന്നു. താഴ്വശത്തൊക്കെ ആവശ്യത്തിന് സ്ഥല സൗകര്യമുണ്ട്. ഇനി അതേപോലെ തന്നെ സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് ആവശ്യാനുസരണം ഈ ഭാഗങ്ങളിൽ നമുക്ക് കിട്ടുകയാണ്. അതിനുള്ളിലും LED ലൈറ്റുകളും മറ്റുമൊക്കെ ഉണ്ട്. ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ സിങ്കിന്റെ സ്ഥാനം. ഹിൻവെയറിന്റെ സിങ്ക് ഫിറ്റിംഗ്സ് ആണ് കേട്ടോ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് മൊത്തത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ മുകളിലും സ്റ്റോറേജ് സ്പേസുകൾ യഥേഷ്ടം നൽകിയിരിക്കുന്നു. ഇനി സീലിംഗിലേക്ക് നോക്കാം. ചെറിയൊരു സീലിംഗ് വർക്ക് ഇവിടെയും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. അതിനുള്ളിലും എന്താ പറയാ വാം കളറിലുള്ള സ്ട്രിപ്പ് ലൈറ്റുകളെ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഈ ഭാഗത്തായിട്ടാണ് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറ്. അപ്പോൾ ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങാം. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ വർക്ക് ഏരിയ സ്പേസ്. നേരെ ഇറങ്ങി വരുന്ന വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. അപ്പോൾ ഈ ഒരു വർക്ക് ഏരിയ സ്പേസിൽ ഇവിടെ നല്ലൊരു ടോപ്പ് ഒരുക്കിയിട്ടുണ്ട്. ഗ്രാനൈറ്റ് ആണ് ഈ ഒരു ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ പോളികാർബണേറ്റ് ഷീറ്റ് ആണ് ഈ കാണുന്ന മെറ്റീരിയൽ. അതേപോലെ തന്നെ ഈ ഒരു ഭാഗം ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഇത് വീടിന്റെ ചുറ്റുമതിലിനോട് ചേർന്നുള്ള ഭാഗമാണ്. അതിനെയാണ് ഇവർ കവർ ചെയ്ത് ഇങ്ങനെ ഒരു ഏരിയ ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇതിനകത്തായിട്ട് ഒരു സിങ്കും ഈ ഒരു ഭാഗത്തായിട്ട് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതിന് കീഴായിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. കഷ്ടിച്ചു 2-3 പേർക്ക് നിന്ന് പെരുമാറാൻ വേണമെന്നുണ്ടെങ്കിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്പേസ് ആണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെയായിട്ട് വരുമ്പോൾ ഈ വീട്ടിലെ കിണറിന്റെ സ്ഥാനം ഇവിടെ ഇങ്ങനെയായിട്ടാണ് കിണറിനെ ഒരുക്കിയിരിക്കുന്നത്. ഈ ഭാഗത്തെ കിണറാണ് ഈ ഒരു വർക്ക് ഏരിയയോട് ചേർന്നുള്ള ഈ ഒരു ഭാഗം. വേണമെങ്കിൽ നമുക്ക് മൂടിയിടാം. തീർച്ചയായിട്ടും കിണറിലേക്ക് സൂര്യപ്രകാശം ഇറങ്ങേണ്ടത് വളരെ വളരെ അനിവാര്യമാണ്. അതിന് വേണ്ടിയിട്ടായിട്ട് ഇവിടെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഷീറ്റിനെയാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് അനിവാര്യമായ കാര്യമാണ്. ഇവിടെയായിട്ട് നമുക്ക് ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടേക്കുള്ള ഡോർ ഉണ്ട്. ആ ഡോർ തുറന്നെങ്കിൽ നമുക്ക് അവിടേക്ക് ഇറങ്ങാം. അപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലെ പച്ചക്കറി തോട്ടത്തിന്റെ കാര്യം മിക്കവാറും നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഇവിടെ അത്തരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഗ്രോ ബാഗിനെ മറ്റുമൊക്കെ നിങ്ങൾ ആശ്രയിച്ചേ മതിയാവൂ. അതൊക്കെ വെച്ച് കാരണം ഇവിടെ പൂർണ്ണമായിട്ട് ഇന്റർലോക്ക് ബ്രിക്സ് ആണ് ഇവർ ഉപയോഗിച്ചേക്കുന്നത്. ഇനി നമുക്ക് മറുഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ടും
അതേപോലെ ഡോറ് കൊടുത്തിട്ടുണ്ട്. ഈ ഡോറ് കൊടുത്ത് നമ്മൾ ഇറങ്ങുന്നത് നേരെ നമ്മൾ കണ്ടു മീറ്റർ ബോക്സ് ഇരിക്കുന്ന ഭാഗം കണ്ടു. ആ ഒരു ഭാഗത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള സ്പേസ് ആണ്. നമുക്ക് ഇതുവഴി അങ്ങ് വീടിന്റെ മുൻപിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഏകദേശം വീടിന്റെ പുറംഭാഗങ്ങൾ ഇത്രയും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കാണേണ്ടത് ഈ വീടിന്റെ ബെഡ്റൂമുകളാണ്. അപ്പോൾ ബെഡ്റൂമിന്റെ കാര്യം പറഞ്ഞാൽ താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ്, ബാക്കി 2 ബെഡ്റൂമും സ്റ്റഡി റൂമും മുകളിലത്തെ നിലയിലായിട്ടാണ് ഇവരെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ബെഡ്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിവിംഗിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് മാറുന്ന ഭാഗത്ത് ഇവിടെ ഈ ഒരു സ്പേസിലേക്ക് മാറി കഴിഞ്ഞാൽ ഇവിടെ ഈ കാണുന്ന ഡോർ വന്നാൽ നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കയറാം. റെഡിമെയ്ഡ് സ്കിൻ ഡോറുകളാണ് ഇവിടെ വരുന്നത്, തടി കൊണ്ടുള്ള ഡോറുകളല്ല. അപ്പൊ നമുക്ക് നേരെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കയറാം. നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം കാഴ്ചയിൽ അത്യാവശ്യം വലിപ്പം തോന്നുന്നുണ്ട്. നമുക്ക് നീളവും വീതിയും കൃത്യമായിട്ടും ഒന്ന് അളന്ന് നോക്കാം. വീതിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം 10.17 അടിയാണ് വീതി വരിക. നീളത്തിന്റെ കാര്യം നമുക്ക് നോക്കാം. നീളത്തിന്റെ കാര്യം നോക്കിയാൽ 14.76 അടിയാണ്. 150.11 സ്ക്വയർ ഫീറ്റ് ആണ്. 150.11 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലുപ്പം. മീറ്റർ സ്ക്വയറിലേക്ക് മാറിയാൽ 13.946 മീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലുപ്പം വരുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂമാണ്. ഇവിടെ 2 ഒറ്റപ്പാളികളുടെ ജനാലകൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഒറ്റപ്പാളിയുടെ ജനാല, ഇവിടെ 2 ബെഡ് സ്വിച്ചുകൾ. വേണമെങ്കിൽ ബെഡ് സ്പേസ് ഇങ്ങനെ ഇടാം, വലിയ ഫാമിലി കോട്ട് കട്ടിടാനുള്ള സ്പേസ് ഉണ്ട്. ഇനി ഇവിടെ നോക്കി കഴിഞ്ഞാൽ വാർഡ്രോബിനെ നമുക്ക് കാണാൻ പറ്റും. വാർഡ്രോബ് നോക്കിയാൽ നല്ല രസമുണ്ട് കേട്ടോ. 4 ഡോറുകളുള്ള വാർഡ്രോബാണ്. 3 വലിയ ഡോറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഒരു ഡോർ ഉണ്ട്, ഇതിനകത്താണ് മിറർ കൊടുത്തിരിക്കുന്നത്. അതിനുള്ളിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്, മുകളിലായിട്ടും സ്റ്റോറേജ് സ്പേസ്, താഴത്തെ ഡ്രോകളായിട്ടും ഒക്കെ സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് താഴത്തെ യഥേഷ്ടം നമുക്ക് കിട്ടുന്നുണ്ട്. ഫുള്ള് മൾട്ടിവുഡിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്ലോറിലെ ടൈലുകൾ ലിവിംഗിലും ഡൈനിങ്ങിലും ഒക്കെ കണ്ട സെയിം കളർ ടൈലുകൾ തന്നെയാണ് ഇവിടെയും നമുക്ക് കിട്ടുന്നത്. സീലിംഗിലേക്ക് നോക്കിയാൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ജിപ്സം സീലിംഗ് വർക്ക് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. സ്ട്രിപ്പ് ലൈറ്റുകളും സ്പോട്ട് ലൈറ്റുകളും വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, അല്ലെ അതിനുള്ളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഈ ഒരു ഭാഗത്ത് തന്നെയാണ് ബാത്റൂമിന്റെ സ്ഥലം. PVC ഡോസ് ആണ് ഇവിടെ ബാത്റൂമിന് കൊടുത്തിരിക്കുന്നത്. സാധാരണ ഇപ്പോൾ ആരും PVC ഡോസ് ഉപയോഗിക്കാറില്ല, എല്ലാവരും ഫൈബർ ഡോറുകളിലേക്ക് മാറിയിട്ടുണ്ട്. നമുക്ക് ബാത്റൂമിന്റെ ഉള്ളിലേക്ക് കയറാം. അത്യാവശ്യം സ്പേഷ്യസ് ആയ ബാത്റൂമാണ് കേട്ടോ ഈ ഒരു ബാത്റൂം. ലാസ്റ്റ് പോർഷനിലായിട്ടാണ് നമ്മുടെ ക്ലോസറ്റ് ഏരിയ വരുന്നത്. അപ്പോൾ ഇവിടെ ക്ലോസറ്റ് ഏരിയ മറ്റു കാര്യങ്ങളൊക്കെ ഹിൻവെയറിന്റെ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ക്ലോസറ്റ് ഫ്ലോർ മൗണ്ടായ ക്ലോസറ്റ്, നേരെ മുകളിലായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ വരുന്നുണ്ട്. ഏറ്റവും മുകളിൽ എക്സോസ്റ്റ് ഫാനുള്ള പോയിന്റ് ഉണ്ട്. തൊട്ട് ചേർന്ന് തന്നെ നമുക്ക് ഹീറ്ററിനുള്ള പോയിന്റ് നമുക്ക് കാണാവുന്നതാണ്. ഇനി സെൻട്രലായിട്ടാണ് ബാത്ത് ഏരിയ. വലിയ റെയിൻ ഷവറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതും ഹിൻവെയറിന്റെ ഇറ്റാലിയൻ കളക്ഷനിൽ വരുന്ന ഫിറ്റിംഗ്സ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ സെൻട്രൽ ഈ ഒരു ബാത്ത് ഏരിയയിൽ ഈ ഒരു പോർഷനിൽ ആ ഒരു ടൈലിന്റെ കളർ കോമ്പിനേഷൻ നമ്മൾ കണ്ടുവരുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ്. അതുപോലെ വലിയ ടൈലുകൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി ഇങ്ങേറ്റതായിട്ട് വാഷ് ബേസൺ, നമ്മുടെ ഹിൻവെയറിന്റെ ബേസ് മോഡലിൽ വരുന്ന തരത്തിലുള്ള ഒരു വാഷ് ബേസൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേ ഫിറ്റിംഗ്സ് തന്നെയാണ് ഹിൻവെയറിന് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ആയിട്ട് മിററും LED ലൈറ്റും ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ തിരക്കേടില്ല, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂം തന്നെയാണ് ആദ്യത്തെ ബെഡ്റൂമിന് നൽകിയിട്ടുള്ളത്. ഇനി നമ്മൾ നേരെ മുകളിലേക്കാണ് കയറേണ്ടത്. അപ്പോൾ സ്റ്റെയറിന്റെ കാര്യം നോക്കിയാൽ ഈ ഒരു ഭാഗത്താണ് സ്റ്റെയറിന്റെ സ്ഥാനം വരുന്നത്. സ്റ്റെയറിന്റെ കാര്യം നോക്കിയാൽ ഇവിടെ തടിയും ഉണ്ട്, അതേപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ സ്ക്വയർ ട്യൂബുകളും വെച്ചിട്ടാണ് ആ ഒരു ഡിസൈൻ. വളരെ സിമ്പിളായ ഒരു ഡിസൈനാണ്, പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. സാധാരണ രീതിയിൽ കാണുന്നതിൽ വ്യത്യസ്തമായ ഒരു ഡിസൈൻ ഇവിടെ കൊടുത്തിരിക്കുന്നു. വ്യത്യസ്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ കണ്ടും അടുത്ത ഡിസൈനുകളിൽ നിന്ന് മാറ്റം ഇവിടെ ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഈ ഒരു ടൈലുകളുടെ കാര്യമാണ്. ഒരു യെല്ലോ കളറിലും ഒരു മൊസൈക്കിന്റെ ഡിസൈൻ വരുന്ന ഫുൾ ബോഡി ടൈൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ കണ്ടു ഫ്ലോറിങ്ങിലും ലിവിങ്ങിലും ഒക്കെ മാറ്റ് ഫിനിഷ് ടൈലുകളാണെങ്കിൽ ഇവിടെ ആ ഗ്ലോസി ഫിനിഷിലുള്ള ടൈലുകളെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ടെക്സ്ചർ വർക്ക് നോക്കി, യെല്ലോയിൽ വൈറ്റ് ലൈൻസ് വരുന്ന തരത്തിലുള്ള ടെക്സ്ചർ വർക്കിനെയാണ് കൊടുത്തേക്കുന്നത്. ഇനി ഇവിടുത്തെ മുകളിലേക്ക് നോക്കിയാൽ നമുക്കൊരു പർഗോള കാണാൻ പറ്റും. ആ പർഗോളയ്ക്കുള്ള നോക്കിക്കേ, ആ ഒരു 3 ഹാങ്ങിങ് ലൈറ്റുകൾ അല്ലെ, ആ ഒരു സ്ഫടികത്തിന്റെ ആ ഒരു തിളക്കമൊക്കെ തീർച്ചയായിട്ടും ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതിനകത്തൊക്കെ LED ലൈറ്റ്സ് ആണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ആ ഒരു സാധനം. അതേപോലെ തന്നെ നാച്ചുറൽ ലൈറ്റ്സിനെ കൂടുതൽ കൊണ്ടുവരാൻ ഈ ഒരു പർഗോളകൾ സഹായിക്കുന്നുണ്ട്. നമ്മൾ നേരെ കയറി വരുന്നത് വലിയൊരു അപ്പോൾ ലിവിങ് സ്പേസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ നല്ല സ്പേസ് ഉണ്ട്, പക്ഷെ ഇവർ ലിവിങ് സ്പേസ് ആയിട്ടല്ല ഇവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ ഒരു സ്റ്റഡി ഏരിയ ആയിട്ട് ഇവർ അഡീഷണൽ ഇവിടെ കൊടുത്തേക്കാണ് കേട്ടോ. ഇവിടെ ആയിട്ട് നല്ലൊരു സ്റ്റഡി ഏരിയ, ഇവിടെ വലിയൊരു ടേബിളൊക്കെ കൊടുത്ത് നല്ല സൗകര്യത്തിൽ തന്നെ കുട്ടികളുടെ ബുക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ വെക്കാൻ പാകത്തിനുള്ള ഒരു ഷെൽഫായിട്ടൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റഡി ഏരിയ അല്ല, നിങ്ങൾക്ക് ഒരു വർക്കിംഗ് സ്പേസ് ആയിട്ട് വേണമെങ്കിൽ ഈ ഒരു ഭാഗത്തെ നമുക്ക് എടുക്കാവുന്നതാണ്. ഇവിടേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടൊരു 3 പാളികളുടെ വലിയൊരു ഫ്രഞ്ച് വിൻഡോസ് ഈ ഒരു ഭാഗത്തായിട്ട് സ്ഥാനം പിടിച്ചിരിക്കാൻ നമുക്ക് കാണാൻ പറ്റും. ഇനി ഇവിടുത്തെ ഫ്ലോറിങ്ങിന്റെ ടൈലുകളും താഴത്തെ നമ്മൾ കണ്ട സെയിം കളർ ടൈലുകൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഡിസൈനകത്ത് വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ലിവിങ്ങിൽ കണ്ട അതേ ഡിസൈൻ തന്നെ താഴത്ത് കേട്ടോ. ഇവിടെ കൊടുത്തേക്ക് നോക്കിയേ. അതേപോലെ തന്നെ ഇവിടെയും ആ ഒരു ഹാങ്ങിങ് ലൈറ്റ്, 2 ഹാങ്ങിങ് ലൈറ്റ്സ്, ഭംഗിയുള്ള ലൈറ്റുകളെ ഇവിടെയും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇവിടെയും 2 ബെഡ്റൂമുകളും ഒരു ചെറിയൊരു റൂമുമാണ് കാണാനുള്ളത്. നമുക്കപ്പം ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് നമുക്ക് കയറാം.
അപ്പോൾ ആദ്യത്തെ ബെഡ്റൂമിന് അത്രയും വലിപ്പം തോന്നുന്നില്ല. നമുക്ക് എന്തായാലും നോക്കാം ഈ ഒരു ബെഡ്റൂമിന്റെ നീളവും വീതിയും എത്രയാണെന്നുള്ള കാര്യം. 10.7 അടിയാണ് ഈ ഒരു ബെഡ്റൂമിന്റെ വീതി വരുന്നത്. നീളത്തിന്റെ കാര്യം പറഞ്ഞാൽ 11.83 അടിയാണ്. 126.65 സ്ക്വയർ ഫീറ്റ് ആണ്. 126.65 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലിപ്പം. മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ 11.766 മീറ്റർ സ്ക്വയർ, 11.766 മീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലിപ്പം. ഇവിടെ രണ്ട് ഒറ്റപ്പാളികളുടെ ജനാല ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെയായിട്ടാണ് ബെഡ് സ്വിച്ചുകളുടെ സ്ഥാനം. അതേപോലെ തന്നെ ഇവിടെയായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. വലിയ രണ്ട് ഡോറുകളാണ് ഇവിടെ വാർഡ്രോബിൽ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ മൂന്നാമത്തെ ഒരു ഡോറിൽ ഇവിടെ മിററും മറ്റു കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിലെ ടൈലുകൾ സെയിം കളർ ടൈലുകൾ തന്നെയാണ്. ഇനി അതേപോലെ തന്നെ സീലിംഗിലേക്ക് നോക്കിയാൽ സിമ്പിൾ സീലിംഗ് വർക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വാം കളറിലുള്ള സ്ട്രിപ്പ് ലൈറ്റുകളെ തന്നെയാണ് കൂടുതലും ആശ്രയിച്ചിരിക്കുന്നത്. ഇതാ ഈ ഭാഗത്തായിട്ടാണ് ബാത്റൂമിന്റെ സ്ഥാനം. PVC ഡോസ് ആണ് ഇവിടെ ബാത്റൂമിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു നീളൻ ബാത്റൂമാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. വലിയൊരു നീളൻ സ്പേസ് ഉള്ള ബാത്റൂമാണ്. ലാസ്റ്റ് പോർഷനായിട്ടാണ് ക്ലോസറ്റ് ഏരിയ. ഫ്ലോർ മൗണ്ടഡ് ആയിട്ടുള്ള ക്ലോസറ്റ് സെറ്റാണ്. മൊത്തം ഫ്ലോറിലും ഭിത്തികളിലും എല്ലാം ഒരേ ഡിസൈൻ ടൈലുകൾ തന്നെയാണ്. മുകളിലായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ നമുക്ക് കാണാം. ഏറ്റവും മുകളിലായിട്ട് എക്സോസ്റ്റ് ഫാൻ ഉള്ള പോയിന്റ് നമുക്ക് കാണാം. അതേപോലെ തന്നെ ഹീറ്ററിനുള്ള പോയിന്റ് തൊട്ട് ചേർന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. മധ്യഭാഗത്തായിട്ടാണ് നമ്മളുടെ ബാത്ത് ഏരിയ. വലിയ റേഞ്ച് ഷവർ തന്നെ. ഫിറ്റിംഗ്സിൽ കാര്യമായ വ്യത്യാസം നമുക്ക് കാണാം. താഴത്തെ ഫ്ലോറിൽ കണ്ട ഇറ്റാലിയൻ കളക്ഷനിൽ പെടുന്ന ഫിറ്റിംഗ്സ് അല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇങ്ങേറ്റത്തെ ഒരു വാഷ് ബേസിൻ നമുക്ക് കാണാം. ഇൻവെർട്ടറിന്റെ വാഷ് ബേസിൻ ആണ്. നേരെ മുകളിൽ മിറർ കൊടുത്തിരിക്കുന്നു. അതേപോലെ തന്നെ LED ലൈറ്റും ഇവിടെ കൊടുത്തിരിക്കുന്നു, നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ രണ്ട് ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക്, അതായത് മൂന്നാമത്തെ അറ്റാച്ച്ഡ് ബെഡ്റൂമിലേക്കാണ് നമ്മൾക്ക് കയറേണ്ടത്. നമ്മുടെ ഈ ഒരു സ്റ്റഡി ഏരിയയോട് ചേർന്നുകൊണ്ട് ഈ കാണുന്ന ഡോർ തുറന്നു കഴിഞ്ഞാൽ താഴത്തെ ബെഡ്റൂമിന് ഏകദേശം അതേ ഭാഗത്ത് തന്നെ മുകളിലായിട്ടാണ് ഈ ഒരു റൂം വരുന്നത്. കാഴ്ചയിൽ അതേപോലെ തന്നെ നമുക്ക് തോന്നുന്നുണ്ട്. നമുക്ക് നീളത്തിന്റെ കാര്യം നമുക്ക് നോക്കാം. ഏകദേശം 10.22 അടിയാണ് വീതി വരുന്നത്. നീളത്തിന്റെ കാര്യം നമുക്ക് നോക്കാം. 15.04 അടിയാണ്. 153.70 സ്ക്വയർ ഫീറ്റ് ഉള്ള 53.70 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലുപ്പം. മീറ്റർ സ്ക്വയറിൽ നോക്കിയാൽ 14.279 മീറ്റർ സ്ക്വയർ, 14.279 മീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലുപ്പം. ഇവിടെയായിട്ട് 3 പാളികളുടെ ജനാല ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ട് 3 പാളികളുടെ ജനാലകൾ കൊടുത്തിരിക്കുന്നു. 2 ഭിത്തികളിലും ജനാലകൾ കിട്ടുന്നു. ഇവിടെയായിട്ട് 4 വലിയ ഡോറിന്റെ വാർഡ്രോബ് കിട്ടുന്നു. 3 ഡോറുകൾ ഇങ്ങനെയും ഒരു ഡോറ് ഇവിടെ മിററിന് വേണ്ടി ഇവിടെ കൊടുത്തിരിക്കുന്ന കാണാൻ പറ്റും. താഴത്തെ ബെഡ്റൂമിന്റെ വാർഡ്രോബിന്റെ സെയിം തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. ഫ്ലോറിങ്ങിന്റെ ടൈലുകളിലേക്ക് നോക്കാം. സെയിം കളർ ടൈലുകൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. അതേപോലെ തന്നെ സീലിംഗിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ല വ്യത്യസ്തമായ ഡിസൈൻ അല്ലേ, നമ്മുടെ ട്രിപ്ലെക്സിന്റെ ഒക്കെ ഒരു ഡിസൈൻ അല്ലേ, പറയാം. എന്തായാലും കൊള്ളാം. നല്ലൊരു ജിപ്സം സീലിംഗ് വർക്ക് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ ബാത്റൂമിന്റെ ഡോറുകൾ വരുന്നത്. PVC ഡോർസ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഏകദേശം താഴത്തെ ബാത്റൂമിന്റെ അതേ ഡിസൈൻ ഒക്കെ തന്നെയാണ് ഈ ഒരു ബാത്റൂമും. ലാസ്റ്റ് പോർഷനിലായിട്ടാണ് ക്ലോസറ്റ് ഏരിയ വരിക. സെയിം ഹിൻവെയറിന്റെ തന്നെ ഫ്ലോർ മൗണ്ടായുള്ള ക്ലോസറ്റ് സെറ്റ് ആണ്. നേരെ മുകളിലായിട്ട് നമ്മുടെ എയർ വെന്റിലേഷൻ വിൻഡോ, ഏറ്റവും മുകളിൽ എക്സോസ്റ്റ് ഫാനുള്ള പോയിന്റ് കൊടുത്തിരിക്കുന്നു. തൊട്ട് ചേർന്ന് തന്നെയാണ് ഹീറ്ററിന്റെ പോയിന്റ് കൊടുത്തിരിക്കുന്നത്. മധ്യഭാഗത്തായിട്ടാണ് നമ്മുടെ ബാത്ത് ഏരിയ വരിക. വലിയ റേഞ്ച് ഷവർ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലാസ്റ്റ് പോർഷനായിട്ട് നമ്മുടെ വാഷ് ബേസിൻ ഏരിയ കൊടുത്തിരിക്കുന്നു. ഹിൻവെയറിന്റെ ആണ് വാഷ് ബേസിൻ വരുന്നത്. നേരെ മുകളിലായിട്ട് മിററും LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്. വലിയ ടൈലുകളെ തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് പോകാനുള്ളത് ഈ വീടിന്റെ ബാൽക്കണി സ്പേസിലേക്കാണ് നമ്മൾക്ക് എത്തേണ്ടത്. ഈ വീടിന്റെ ഫ്രണ്ട് എലിവേഷനിൽ നമ്മൾ കണ്ടതാണ് വളരെ മനോഹരമായ ബാൽക്കണി സ്പേസ്. ഇവിടെയായിട്ടാണ് അതിന്റെ ഡോർ വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മുടെ ബാൽക്കണി സ്പേസിലേക്ക് ഇറങ്ങാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഓക്കെ, നല്ല വലുപ്പമുള്ള ബാൽക്കണി സ്പേസ് കേട്ടോ. നമുക്ക് സിറ്റ് ഔട്ടിന് വലിയ സ്പേസ് കിട്ടിയില്ല എന്നൊരു വിഷമമുണ്ടെങ്കിൽ ഈ ഒരു ബാൽക്കണി സ്പേസ് കാണുമ്പോൾ നമുക്ക് മാറിക്കട്ടെ. നല്ല സ്ഥല സൗകര്യം ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇവിടേക്ക് നോക്കിയാൽ കൈവരികളുടെ കാര്യം നോക്കിയാൽ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ സ്ക്വയർ ട്യൂബും അതേപോലെ ടഫൻ ഗ്ലാസുകളുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ബാൽക്കണിയുടെ മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ പർഗോളകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അതിന്റെ ഇടഭാഗങ്ങളിലായിട്ടെല്ലാം LED ലൈറ്റുകൾ സ്ഥാനം പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടേക്ക് നോക്കി നമ്മുടെ പ്രൊഫൈൽ ലൈറ്റ്സ്, ഫ്രണ്ട് എലിവേഷനിൽ നമ്മൾ കണ്ട ഒരു പ്രൊഫൈൽ ലൈറ്റ്സ് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ വീടിന്റെ ഉൾഭാഗത്ത് നമ്മൾ കണ്ട ടൈലുകളെ തന്നെയാണ് ഇവിടെ ഈ ഒരു ഫ്ലോറിങ്ങിലും ഇവിടെ കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് കാണാനുള്ളത് ഈ വീടിന്റെ യൂട്ടിലിറ്റി റൂം, അതല്ലെങ്കിൽ നാലാമത്തെ ഒരു സ്റ്റഡി റൂം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ആ റൂമാണ്. ഈ കാണുന്ന ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ആ ഒരു റൂമിലേക്ക് കയറാൻ പറ്റും. അപ്പോൾ ഇതൊരു വലിയ റൂം എന്ന് അവകാശപ്പെടുന്നില്ല, ഒരു ചെറിയ റൂം മാത്രമാണ്. അതൊരു വലിയ റൂമല്ല. പക്ഷെ ഇത് കോൺക്രീറ്റ് ചെയ്തേക്കുന്ന സ്പേസ് തന്നെയാണ്, അല്ലാതെ ഷീറ്റ് ഇട്ടേക്കുന്ന സ്പേസ് അല്ല. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ലോണ്ടറി സ്പേസ് ആക്കാം. അപ്പോൾ ഇവിടെയായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു സ്പേസ് ഈ ഒരു ഭാഗത്ത്, അതിന്റെ സംവിധാനങ്ങളെല്ലാം ഇവിടെ കൊടുത്തേക്ക് നമുക്ക് കാണാം. അതേപോലെ ഇവിടെ ഒരു ഒറ്റപ്പാളിയുടെ ജനാലയും ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഇവിടെയായിട്ട് നമുക്ക് ഡോർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഡോർ തുറന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പറ്റും.
അപ്പോൾ ഇത് സേഫ്റ്റിക്ക് വേണ്ടി ഒരു ഡോറും കൂടെ അഡീഷണൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഡോർ പുറത്തേക്കും ഒരു ഡോർ അകത്തേക്കും തുറക്കാവുന്ന തരത്തിൽ തന്നെ. നിങ്ങളൊരു സംരംഭകനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യമാണ് ഒരു CRM ആപ്ലിക്കേഷൻ. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ഒരാളെ പോലും മിസ്സാകാതെ നിങ്ങൾ ഓർത്ത് വിളിക്കാനായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്കുണ്ടെങ്കിലോ ഒരാളെ പോലും ഇനി മുതൽ മിസ്സാകില്ല. അതും വളരെ കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് കേട്ടോ. ലോഗിൻ ടു എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഒരു സേഫ്റ്റിക്കായിട്ട് ആ ഒരു തരത്തിൽ തന്നെ ഇവിടെ കൊടുത്തേക്കുന്നത്. ഇനി അതേപോലെ തന്നെ ഇവിടുന്ന് മുകളിലേക്ക് കയറാനായിട്ട് ജിയുടെ സ്ക്വയർ ട്യൂബും മറ്റുമൊക്കെ വെച്ചിട്ടാണ് ഇവിടെ ഈ ഒരു പടികളെ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് സൺഷെയ്ഡിന് മുകളിലൂടെ ആയിട്ടാണ് ഈ പടി. അത്യാവശ്യം വീതിയുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പടികൾ വഴി നമുക്ക് നേരെ ഈ വീടിന്റെ ടെറസിലേക്ക് വരാൻ പറ്റും. അപ്പോൾ ടെറസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ചുറ്റുപാട് നമുക്ക് ആദ്യം ഒന്ന് കാണാം. ഇവിടെ നോക്കിക്കേ, അങ്ങോട്ടേക്ക് തൊട്ടടുത്തായിട്ട് വീടുകളൊക്കെ ഉണ്ട്. ഒരുപാട് അടുത്തായിട്ടില്ല, എന്നാൽ അത്യാവശ്യം അടുത്തായിട്ട് വീടുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എക്കോസിലിന്റെ ഒരു വാട്ടർ ടാങ്ക് ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഇവിടെയായിട്ട്. അതേപോലെ തന്നെ ഇവിടെയായിട്ട് ഇതാ നമ്മുടെ പർഗോളകൾക്ക് വേണ്ടിയിട്ട് ഇതാ ഇവിടെ പോളികാർബണേറ്റ് ഷീറ്റ് ഈ ഒരു ഭാഗത്തായിട്ട് ഉപയോഗിച്ചേക്കുന്നത് നമുക്ക് കാണാനായിട്ട് വരും. അതേപോലെ തന്നെ വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ കണ്ട ആ ഒരു വലിയ എ ഷേപ്പില്ലേ, ആ ഒരു പാരപ്പറ്റിന്റെ സൈഡിലായിട്ട് കണ്ട ആ ഒരു ഭാഗം ഇതാണ്. ഇവിടെയും സ്വിച്ച് പോയിന്റുകൾ, ഇനി എന്തെങ്കിലും ആവശ്യത്തിന് ഇവിടെ എന്തെങ്കിലും നിങ്ങൾ വർക്കുകളോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിന് സ്വിച്ച് പോയിന്റുകളും കൂടെ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ വീട് മുഴുവൻ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്കറിയേണ്ടത് ഈ വീടിന്റെ വില എത്രയാണെന്നുള്ളതാണ്. അതിന് മുമ്പ് ഓടിച്ച കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 3.5 സെന്റിനകത്തായിട്ട് 1250 സ്ക്വയർ ഫീറ്റ് ഉള്ള 3 ബെഡ്റൂമുള്ള 3 അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള ഒരു വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞത്. വേണമെങ്കിൽ ഒരു യൂട്ടിലിറ്റി റൂമും കൂടെ അഡീഷണൽ ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഒരു വലിയ വാഹനം, തരക്കേടില്ലാത്ത ഒരു വാഹനം തീർച്ചയായിട്ടും ഈ ഒരു വീടിനുള്ളിൽ പാർക്ക് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും നമുക്ക്. അപ്പോൾ ഇന്റീരിയർ വർക്കുകളും മറ്റു കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീടിന് അവർ ചോദിക്കുന്നവരാണ്. വിലയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് സ്റ്റാർട്ടഡ് ചെയ്യുന്ന ചാനൽ കാണുന്നത്, ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, തീർച്ചയായും വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയൊരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒട്ടും മടിയാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കണം. അപ്പോൾ നമുക്ക് വിലയിലേക്ക് വരാം. ഈ വീടിന് അവർ ചോദിക്കുന്നത് 73 ലക്ഷം രൂപയാണ്. 73 lakhs ആണ്. ഈ സ്ഥലത്തിനും വീടിനും കൂടെ ഉള്ള പ്രൈസ് ആണ് കേട്ടോ. അതേപോലെ തന്നെ ഈ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാ, ഡിസ്ക്രിപ്ഷനിൽ താഴത്തെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ എടുക്കുക, അവരെ വിളിക്കുക, അവരോട് സംസാരിക്കുക. നേരിട്ട് വന്ന് സ്ഥലം കാണുക, പരിസരം കാണുക, വീട് കാണുക, പണികൾ കാണുക, വിലയിരുത്തുക. എന്നിട്ട് മാത്രം നിങ്ങളുടെ ഡീലുകൾ ഉറപ്പാക്കുക. തീർച്ചയായിട്ടും ബാർഗെയിൻ ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇതേപോലുള്ള നല്ല നല്ല ഡീലുകൾ നിങ്ങളുടെ ഭാഗത്തും ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വക്കലും ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനലിനെ കോൺടാക്ട് ചെയ്യുക. 360stardeal@gmail.com എന്ന മെയിൽ ഐഡിയിലേക്ക് മെയിൽ അയക്കാം. അതുമല്ലെങ്കിൽ 9048266360 എന്ന നമ്പറിലേക്ക് വിളിക്കുകയും ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അവരുമായിട്ട് സംസാരിക്കുക. നമുക്ക് ഒരുമിച്ച് നല്ല നല്ല ഡീലുകൾ ആളുകളിലേക്ക് എത്തിക്കാം. അപ്പോൾ ഇതേപോലുള്ള നല്ല നല്ല ഡീലുകളുമായിട്ട് വീണ്ടും നമ്മൾ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.